friends, welcome back to my channel. My name is Jalva Chatur. അപ്പോൾ guys ഇന്നൊരു കിടിലൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കോൾഗേറ്റ് പേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാന്ന് പറയുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുക ഞാൻ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കോൾഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പൊട്ടിയ സ്ക്രീൻ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ്, അനാവശ്യമായിട്ടുള്ള കുറേ വീഡിയോസ്, അനാവശ്യമായിട്ടുള്ളതല്ല കുറേ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഈ കോൾഗേറ്റ് ബേസ്ഡ് കൊണ്ട് പൊട്ടിയ സ്ക്രീൻ എങ്ങനെ ഒട്ടിക്കുക, പൊട്ടിയ സ്ക്രീൻ അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കോൾഗേറ്റ് പേസ്റ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ പൊട്ടിയ സ്ക്രീൻ ഒട്ടിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണൊക്കെ ട്രൈപാഡുമേലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ഇത് വേറെ ഫോണിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുഴുവനായി മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു ഫോണിൽ ഞാൻ ഈ കോൾഗേറ്റ് പേസ്റ്റ് കുറച്ചൊന്ന് തേച്ചെടുക്കുകയാണ്. നമുക്ക് നോക്കാമല്ലോ പൊട്ടിയ സ്ക്രീൻ ഒട്ടിക്കാൻ കഴിയോ ഇല്ലേ, അല്ലെങ്കിൽ ഇത് ഫേക്കാണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ചാർജ് ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ പവർ ബാങ്കിൽ കൊടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോണിലേക്ക് ഞാൻ എൻ്റെ കോൾഗേറ്റ് പേസ്റ്റ് നിന്നും ഞാൻ കുറച്ചെടുത്തുകൊണ്ട് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഗൈസ്, ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി തേഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാമല്ലോ. അവിടെ ഞാൻ ഇവിടെ ജസ്റ്റ് നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട് ഗൈസ്, എല്ലാ ഭാഗത്തേക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട്. ഒക്കെ നോക്കണമല്ലോ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, വെറുതെ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ഗ്ലാസ്സുമ്മ മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നല്ലോണം ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൽ ചാർജിലായിട്ട് കുറേ പവർ ഓഫ് ആവുന്നുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഗൈസ്, എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ എൻ്റെ ഫോണിൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു നല്ല തുണിയുണ്ട്, നല്ലൊരു തോർത്താണ് നല്ല ബെസ്റ്റ്. അതിനെക്കൊണ്ട് നല്ലോണം തുടച്ചെടുക്കാം. നല്ല പെട്ടെന്ന് തന്നെ നല്ല അമർത്തി തുടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു തോർത്താണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഒന്ന് ഇതിലേക്ക് തന്നെ നല്ലോണം ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. നല്ലോണം നിങ്ങൾ ഇതിലേക്കൊന്ന് പോവാതെ നോക്കണം. നിങ്ങളെ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാതെ നോക്കണം. നല്ലോണം കറക്റ്റ് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ നല്ലോണം കറക്റ്റായിട്ട് തന്നെ കറക്റ്റല്ല ഇതിൽ തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ പൊട്ടിയ സ്ക്രീൻ അതുപോലെ തന്നെ ഉണ്ട്, ഒരു ഇതുമില്ല. പക്ഷേ ഇതിനെ കൊണ്ടുള്ളൊരു ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിലുള്ള കുറേ അയക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. അവിടെയും ഇവിടെ ഒരു അയക്കൊന്നും കാണുന്നില്ല. നല്ല കറക്റ്റ് നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ നല്ലൊരു വൃത്തിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിയണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എന്നാലും ഭയങ്കര ഇതിലാവരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇതുപോലുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനെക്കൊണ്ട് നമുക്ക് അയക്കൊക്കെ പോകാൻ നല്ല വൃത്തി, നല്ല സ്ക്രീനൊക്കെ നല്ല വൃത്തിയിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ജസ്റ്റ് ഇത് പറയാൻ മാത്രമാണ് ഞാൻ ഇട്ടത്. അല്ലാതെ ഞാൻ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടിയ സ്ക്രീന് മാറ്റാനോ പിടിക്കാനൊന്നും കഴിയുന്നില്ല. അതിന് നിങ്ങൾ ഷോപ്പിൽ തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ ഡിസ്കൗണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫുള്ള് വീഡിയോ കണ്ടതിന് ശേഷമേ നിങ്ങളിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാതെ എടുത്ത് ചാടിയൊന്നും ചെയ്യാതിരിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിന് തൊട്ടടുത്തുള്ള കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിലേക്കായി ഗുഡ് ബൈ.